ഇൻഡസ്ട്രിയൽ മേഖലയിലെ പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്സ് ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു തരം സീലിംഗ് ടൈലിനെ കുറിച്ചാണ്, സെറാമിക് ടൈലിനെ കുറിച്ചാണ്. സെറാമിക് ടൈൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ വില എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സെറാമിക് ടൈൽ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ടൈലാണ്. ഇപ്പം നമ്മുടെ ചിത്രത്തിൽ കാണുന്ന സീലിങ്ങിലെ ടൈല് സാധാരണഗതിയിൽ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള സാധാ വിട്രിഫൈഡ് ടൈൽ പോലുള്ള കളിമൺ ടൈലാണ്. ഈ ടൈല് സീലിംഗ് ചെയ്യുന്ന സമയത്ത് അസാധ്യ ഭംഗിയും നല്ല ഫിനിഷിങ്ങും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക ആർക്കിടെക്റ്റുകളും ഈ ഓട് സീലിങ്ങിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഈ ഓടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1x1 ഫീറ്റാണ്. അതായത് 30 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 10 മില്ലിമീറ്റർ തിക്നെസ്സുമുള്ള കളിമൺ ഓടാണ് ഈ ടെറാക്കോട്ട ടൈൽ. ഇത് നമ്മൾ ഇന്ന് ഹയർ ചെയ്തിരിക്കുന്നത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ചാലക്കുടിയിലെ കമ്പനി ഫ്ലോർ ടൈലാണ്. ഇതിന് വില വന്നത് 48 രൂപയാണ്. പിന്നെ 2 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉൾപ്പെടെ 50 രൂപയാണ് ഈ ഒരു ഓടിന്, ഒരു സ്ക്വയർ ഫീറ്റിന് നമുക്ക് വില വന്നിട്ടുള്ളത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1x1/8 ആംഗ്ലറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് T ആംഗ്ലറും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടി ഉറപ്പും ആംഗ്ലറിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ അത് ലെങ്തായി വരുന്ന സമയത്ത് നല്ല പിരിവ് കാണുന്നുണ്ട്. ആ പിരിവ് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. പിരിവ് നിവർത്തിയെടുക്കുന്നത് വളരെ പ്രയാസമാണ്. ആംഗ്ലർ 2 എണ്ണം കൂട്ടി ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പും അതേപോലെ തന്നെ പിരിവ് എന്നുള്ള പ്രതിസന്ധിയും ഇല്ലാതാവും. അങ്ങനെ 2 ആംഗ്ലർ കൂട്ടി ഒട്ടിച്ച് T ആകൃതിയിലാക്കിയിട്ട് 31 സെൻറ്റിമീറ്റർ അകലം വിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കും. അതിൻ്റെ ഇടയിലേക്ക് ഈ ഫ്ലോർ ടൈല് നമ്മൾ നിരത്തി വയ്ക്കുമ്പോൾ അസാധ്യമായ ഭംഗി അനുഭവപ്പെടും. ഈ ഫ്ലോർ ടൈൽ ഉപയോഗിച്ച് റൂഫിംഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ സീലിംഗ് ചെയ്യുന്നത് ജിപ്സവും അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫൈബർ മെറ്റീരിയൽ, അലുമിനിയം ഫാബ്രിക്കേഷൻകാർ ചെയ്യുന്ന ഫൈബർ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഈ ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം ഇതിൽ പറ്റിക്കഴിഞ്ഞാൽ ജിപ്സമൊക്കെ പൊട്ടി വീഴാനും കേടുവരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ടെറാക്കോട്ട ടൈൽ കൊണ്ട് സീൽ ചെയ്യുന്ന സമയത്ത് ആ പ്രതിസന്ധി ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ കാണാൻ അസാധ്യ ഭംഗിയുമാണ് ഈ ടെറാക്കോട്ട ടൈൽ കൊണ്ട് സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഓട് അല്ലെങ്കിൽ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ റൂഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം, ഏറ്റവും നല്ല ഒരു മെറ്റീരിയൽ ടെറാക്കോട്ട ടൈലാണ് സീലിംഗ് ചെയ്യുന്നതിന്. അതേപോലെ തന്നെ ഇതിൻ്റെ ചൂടിനെ പ്രതിരോധിക്കുന്നതിൽ ഈ ടെറാക്കോട്ട ടൈല് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ഒരു 3 ഡിഗ്രി വരെ ചൂട് മാറ്റം ഈ സീലിങ്ങിൻ്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു നിറം, ഒരു ബ്രിക്ക് റെഡ് നിറമാണ്. അത് വളരെ ആകർഷണീയമാണ്. മറ്റ് സീലിങ്ങുകളെ അപേക്ഷിച്ച് നിരന്തരം പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ പ്രീമിയം റൂമുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്റ്റുകൾ ഈ സീലിംഗ് നന്നായിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഈ സീലിങ്ങുമായി ബന്ധപ്പെട്ട് ഈ